ഇതാണ് നമ്മൾ അന്വേഷിക്കുന്ന നിധി. ഇതെന്താ സ്വർണമാണോ വൈഡൂര്യമാണോ? ഇതിനുള്ളതെല്ലാം അങ്ങ് വീതിച്ചെടുത്താലോടാവേ. ഈ മുഖം മൂടിയെടുക്കാനാണ് ഞങ്ങൾ ഇതുവരെ വിളിച്ചോണ്ട് വന്നത്. ഈ മുഖം മൂടിയുടെ ശക്തി കൊണ്ടാണ് ഈ ഷിൻഡുവിന് എല്ലാ കാര്യങ്ങളും ഇതുവരെയും ചെയ്യാൻ കഴിഞ്ഞത്. ഇതേ ശക്തി ഉപയോഗിച്ച് തന്നെയാണ് ഷേഡോക്കോൺ മായാവിയെ വശീകരിച്ചത്. ഇത്തവണ നീ ഇത് ഉപയോഗിക്കേ. ജാക്കി അങ്കിൾ, ഞാൻ പോകാം. ഓ, തീർച്ചയായും. ബൈ. സിംഹത്തിനോടാണോടാ കളി? ആരാണിവന്മാർ? എന്തിനാണ് നമ്മളെ ബുദ്ധിമുട്ട്? പറഞ്ഞില്ലേ, ആദ്യം വന്നവനാണ് ജാക്കി ചാൻ. ആ തടിയനില്ലേ, ആദ്യം അവൻ ഞങ്ങളുടെ ആളായിരുന്നു, ഇപ്പൊ അവന്റെ ആളായിട്ട് മാറി. ഇപ്പൊ അവൻ വന്ന ഇപ്പൊ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞില്ലേ? ആരോടാണ് ഈ ചുമട്ടുന്നെന്ന് അറിയാതെയാണ് നീ ചെയ്യുന്നത്. ശരി, അപ്പൊ നീ തന്നെ ഒന്ന് പറ. ഞാനടാ വികടനാഥൻ, ഷാഡോ കോൺസെന്റ് രാജാവ്, ദുഷ്ടശക്തികളുടെ ദൈവം. അപ്പൊ നീ ജപ്പാനിലുള്ളവനാണല്ലേ? എന്റെ മുൻപിൽ കൈനീട്ടി സംസാരിക്കരുത്. ഇതാണ് മൈൻഡ് കൺട്രോൾ പവർ. ഞാൻ പിടില്ലല്ലോ. ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? അത് ഞാനായിടേണ്ടത്. ഇപ്പൊ കാണാൻ നല്ല ഭംഗിയാ. നിനക്ക് കിട്ടിയ ഈ പുതിയ ശക്തി ഉപയോഗിച്ച് നിന്റെ കാര്യങ്ങൾ സാധിക്കേ. ഞങ്ങൾ പോയി മറ്റു കാര്യങ്ങൾ നോക്കാം. മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞല്ലോ, അത് എന്തായിരിക്കും? എന്റെ അടുത്ത് കളിച്ചാൽ ഇതാണ് അനുഭവം. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കോളൂ. ജാക്കി, ഇയാളിങ്ങനെ ഒച്ച വെക്കുന്ന കേൾക്കുമ്പോ നമ്മളെ അടിക്കാൻ ഇവിടെ ഷാഡോക്കോൺസ് വരുന്നു തോന്നി. ആരുടെ അടുത്താണ് അതിന്റെ ഈ വേല ഇറക്കാൻ? അയ്യോ, അവന്റെ മുഖത്തിലുള്ള മുഖംമൂടിയോ അഴിച്ചെടുത്താലേ ഷാജോഖാനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ജാക്കി, ഇനിയൊരു കാര്യം, നീ ഷാജോഖാനെ നോക്കിക്കോ, അപ്പോഴേ എനിക്ക് മന്ത്രം ഉപയോഗിക്കാൻ പറ്റൂ. അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചോണ്ടിരിക്കുന്നത്. ഇതിലെന്ത് മന്ത്രമാണ് ഉപയോഗിക്കേണ്ടത് അങ്കിൾ? ആർക്കറിയാം? ചിലപ്പോ ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഇത് എന്താന്ന് ഒന്ന് നോക്കൂ അങ്കിൾ. ധൈര്യം കൊണ്ട് എന്നെ പിടിക്കടാ. അവനെ പിടിക്കേ. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത് അങ്കിൾ? ഇത് ജപ്പാനിലാ എഴുതിയിരിക്കുന്നത്. എനിക്ക് ചൈനീസ് അല്ലേ അറിയൂ. എനിക്ക് ജപ്പാൻ ഭാഷ അറിയാം. അത് ഞാൻ പണ്ട് പഠിച്ചതാ. ഇപ്പൊ എനിക്കത് ഓർമ്മ വരുന്നോന്ന് അറിയില്ല. അതുകൊണ്ട് എന്നെ വിട്ടേക്ക്. ഭീമ, ഒന്ന് വായിച്ച് പറയടാ. ഓക്കെ അങ്കിൾ. ഇത് വെച്ച് നോക്കുമ്പോൾ പണ്ടുള്ളവർ മുഖംമൂടിയുള്ളവരെ അടക്കുവാൻ വേണ്ടി ഇവിടെയുള്ള ആത്മാക്കളെ കൺട്രോൾ ചെയ്യുന്നു അത്രേ. ഈ മുഖംമൂടി നശിപ്പിക്കാൻ ജാപ്പനീസ് സ്റ്റീല് വേണം. അതിനുവേണ്ടി അവർ സൈന്യത്തിന്റെ കത്തി ഉപയോഗിച്ചു അത്രേ. എന്റെ ദൈവമേ, ജാപ്പനീസ് ഉപയോഗപ്പെടുത്തിയ കത്തിയൊന്നും ഇല്ലടാ. ഷിൻഡു അതിന് ജാപ്പനീസ് അല്ലടാ. ഇത് മതിയെന്നാ തോന്നുന്നേ.